ഹലോ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് പറഞ്ഞു. അതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഫോർ റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി, അതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞതാണ് അതിന് ഈ പറയപ്പെട്ട രണ്ട് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് ഫിനോമിന എന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തി, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട തിയറിയാണ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. മാക്സ്വെല്ലിൻ്റെ തിയറിൻ്റെ പേരെന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന തിയറിയുടെ പേരെന്താണ്? ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഓക്കെ, മറ്റേത് വേവ് തിയറി ഓഫ് റേഡിയേഷൻ, ഇതെന്താണ്? ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ഓക്കെ, മാക്സ്വെല്ലിന്റെ തിയറിയുടെ പേര് വേവ് തിയറി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി. ഇതെന്താണ്? ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. ആൻഡ് ദിസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാക്സ് പ്ലാങ്ക്. ഓക്കെ, മാക്സ് പ്ലാങ്ക്. സോ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഫോർ റേഡിയേഷൻ. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. നോക്കണം, ഈ രണ്ട് തിയറികളും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? റേഡിയേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, വികിരണങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ്. അപ്പോൾ മാക്സ്വെല്ലിന്റെ തിയറി പ്രകാരം റേഡിയേഷൻസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇനി പ്ലാങ്ക് എന്താണ് പറഞ്ഞു നോക്കാം. റേഡിയേഷനെ കുറിച്ചിട്ട് പ്ലാങ്ക് എന്താണ് പറഞ്ഞു നോക്കാം. നമ്മൾ ആദ്യം പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയും. അത് കഴിഞ്ഞ ശേഷം ഈ ക്വാണ്ടം തിയറിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നന്നായി ശ്രദ്ധിക്കണം. ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാണ്, പ്ലാങ്ക്സ് റേഡിയേഷനെ കുറിച്ച് പറഞ്ഞ തിയറിയാണ് ഇത്. മാക്സ്വെൽ റേഡിയേഷനെ കുറിച്ച് പറഞ്ഞ തിയറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 1900-ലാണ്. ഓക്കെ, 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. ഈ തിയറിയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് പറയും. ഓക്കെ, തന്നെ ഈ തിയറിയുടെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, പ്രധാനപ്പെട്ട 3 പോസ്റ്റുലേറ്റുകളാണ് തിയറിക്കുള്ളത്. എന്താണ് ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, an atom or molecule absorb or emit energy, radiant energy. An atom or molecule absorb radiant energy in the form of small packets of energy. That means, ഒന്നുകൂടി പറയാം, an atom or molecule absorb energy discontinuously, not continuously. കേൾക്കണേ, ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ, അതായത് ഒരു സബ്സ്റ്റൻസ് നിങ്ങൾ ചൂടാക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള, കേൾക്കണേ, ഒരു സബ്സ്റ്റൻസിനെ ചൂടാക്കുമ്പോൾ അതിൽ ആറ്റങ്ങളാണ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനെ നിങ്ങൾ അതിലേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതിൽ ആറ്റങ്ങളാണ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ് അതിൽ നിന്നും എനർജി സ്വീകരിക്കുന്നത്. അല്ലേ? ചൂടാക്കുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് എനർജി എമിറ്റ് ചെയ്യുന്നു. ബ്ലാക്ക് ബോഡിയിൽ എന്താ ചെയ്യുന്നത്? ബ്ലാക്ക് ബോഡിനെ ചൂടാക്കുന്ന സമയത്ത് അത് എനർജി, ഹീറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? എനർജി എമിറ്റ് ചെയ്യുന്നു. ഇനി ആ ബോഡിയെ ലൈറ്റിലേക്ക് കാണിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് ലൈറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നു. കേൾക്കണേ, ഇങ്ങനെ ഒരു ബോഡി എനർജി അബ്സോർബ് ചെയ്യുന്നത്, ഏത് എനർജി? റേഡിയന്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. സപ്പോസ് ദിസ് ഈസ് ദി ബോഡി, നമ്മൾ ഇതിനെ ചൂടാക്കുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താക്കുന്നു? ഇത് എനർജി അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ഫലമായിട്ട് കുറച്ച് എനർജി എമിറ്റ് ചെയ്യും. അപ്പൊ ഈ അബ്സോർപ്ഷൻ നടക്കുന്നതും എമിഷൻ നടക്കുന്നതും കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. In the form of small packets, wave ആയിട്ടല്ല. ഓക്കെ, അതായത് ഇത് ചൂടാക്കുന്ന സമയത്ത് എനർജിയുടെ കുറെ പാക്കറ്റുകൾ അബ്സോർബ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എനർജിയുടെ പാക്കറ്റുകൾ എമിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, എനർജിയുടെ പാക്കറ്റുകൾ, ചെറിയ പാക്കറ്റുകൾ എമിറ്റ് ചെയ്യും.
ആൻഡ് ദിസ് പാക്കറ്റ്സ് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുകയോ ഒരു സോഴ്സിൽ നിന്ന് ഈ ബോഡി അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ബോഡി എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ആ എനർജിയുടെ പാക്കറ്റുകൾ ഉണ്ടല്ലോ, ആ പാക്കറ്റുകളെ പറഞ്ഞ പേരാണ് ക്വാണ്ടം. എന്താണ്? ക്വാണ്ടം. എനർജിയുടെ പാക്കറ്റുകളെ പറഞ്ഞ പേരാണ് ക്വാണ്ടം. ആ പാക്കറ്റുകളെ ഐൻസ്റ്റീൻ പിന്നീട് വിളിച്ച പേരാണ് ഫോട്ടോൺ. ക്വാണ്ടത്തിന് ഐൻസ്റ്റീൻ വേറെ പേര് വിളിച്ച് ഫോട്ടോൺ. എന്നാണ്? ഫോട്ടോൺ. സോ ഒന്നാമത്തെ പോസ്റ്റ്മേറ്റ് ഒന്ന് ക്ലിയർ ആക്കി. An atom or molecule absorb or emit radiant energy discontinuously, not continuously, in the form of small packets of energy, and these packets of energy are called quantum or photon. Okay, അപ്പോൾ എനർജി അബ്സോർപ്ഷൻ നടക്കുന്നത് എങ്ങനെയാണ് എന്നും എനർജിനെ എമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും, ഒരു ബോഡിക്ക് എനർജി അബ്സോർപ്ഷൻ, ഒരു ബോഡി എനർജിയെ അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയെന്നും ആ ബോഡി എനർജി എമിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ് ആദ്യത്തെ പോസ്റ്റ്മേറ്റിൽ പറയുന്നത്. ഓക്കെ അല്ലേ? രണ്ടാമത്തത്, അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേവിന്റെ ഫോമിൽ അബ്സോർപ്ഷൻ നടക്കുന്നു, വേവിന്റെ ഫോമിൽ എമിഷൻ നടക്കുന്നു, അങ്ങനെയല്ല. ഓക്കെ, വേവ് എന്നുള്ള സംഗതി പറയുന്നില്ല. റേഡിയന്റ് എനർജി, വികിരണം എന്ന് പറയുന്നത് വേവ് അല്ല. അതിലെന്താ ഉള്ളത്? കേൾക്കണേ, അതിലെന്താ ഉള്ളത്? അതിലുള്ളത് എനർജിയുടെ പാക്കറ്റുകളാണ്. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റ്മേറ്റ് നേരെ ശ്രദ്ധിക്കണം. ഈ അബ്സോർബ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന എനർജിയുടെ പാക്കറ്റുകൾ ഉണ്ടല്ലോ, അതായത് ക്വാണ്ടം അല്ലെങ്കിൽ ഫോട്ടോൺ, അതിൽ എത്ര എനർജി ഉണ്ട്? എനർജിയുടെ പാക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എനർജി ഉണ്ട്, ഓരോ പാക്കറ്റിലും എത്ര എനർജിയാണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ പോസ്റ്റ്മേറ്റ്. ഓക്കെ, എനർജി ഓഫ് എ ഫോട്ടോൺ ഓർ ക്വാണ്ടം is directly proportional to the frequency of radiation. റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതായത് നേരെ നോക്കാം, ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻ ആണെങ്കിൽ എനർജി കൂടുതലായിരിക്കും, ഫ്രീക്വൻസി കുറവുള്ള റേഡിയേഷൻ ആണെങ്കിൽ എനർജി കുറവായിരിക്കും. അതായത് ഇപ്പൊ ഈ ചുവന്ന റേഡിയേഷൻ ചുവന്ന റേഡിയേഷൻ ആണ് എമിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ചുവന്ന റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. എങ്കിൽ അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫോട്ടോന്റെ എനർജി ആ ചുവപ്പിന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലാണ്. ഇനി ഇത് വയലറ്റ് എമിറ്റ് ചെയ്താലോ, അതിൽ അടങ്ങിയിട്ടുള്ള ഫോട്ടോൺ എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി, ഫോട്ടോന്റെ എനർജി എന്ന് പറയുന്നത് ആ വയലറ്റിന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലാണ്. അതായത് ഓരോ റേഡിയേഷൻ, നേരെ ശ്രദ്ധിക്കണം, ഓരോ റേഡിയേഷനിലും ഫോട്ടോൺസ് ഉണ്ട്. ചുവപ്പിൽ ഒരു ഫോട്ടോൺ ഉണ്ട്, പച്ചയിൽ ഒരു ഫോട്ടോൺ ഉണ്ട്, നീലയിൽ ഒരു ഫോട്ടോൺ ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫോട്ടോൺ ഉണ്ട്. പക്ഷെ ഓരോന്നിന്റെ ഫോട്ടോണും ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്തിന്? അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എനർജിയിൽ വ്യത്യാസമുണ്ട്. ചുവപ്പിന്റെ ഫോട്ടോണിൽ എത്രയാണ് എനർജി, അതല്ല പച്ചയുടെ എനർജി, അതല്ല മഞ്ഞയുടെ എനർജി, അതല്ല അൾട്രാവയലറ്റിന്റെ എനർജി, അതല്ല കോസ്മിക്കിന്റെ എനർജി. അപ്പൊ എല്ലാ റേഡിയേഷനിലും ഫോട്ടോൺ ഉണ്ട്, അതെല്ലാം അതാതിന്റെ ഫോട്ടോണാണ്. എല്ലാത്തിന്റെ ഫോട്ടോണിലും ഉള്ളത് ഒരേ എനർജി അല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഫോട്ടോൺ മാറുമ്പോൾ റേഡിയേഷൻ മാറി, ഫോട്ടോൺ മാറുമ്പോൾ റേഡിയേഷൻ മാറി. ഫോട്ടോണിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടത്തിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എനർജി മാറുമ്പോൾ എന്ത് മാറി? റേഡിയേഷൻ മാറി. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? ഓരോ ഫോട്ടോണിലും അടങ്ങിയിട്ടുള്ള എനർജി എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? അത് അതിന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി കൂടിയതിന് എനർജി കൂടുതലാണ്, ഫ്രീക്വൻസി കുറഞ്ഞതിന് എനർജി കുറവാണ്. And E is equal to a constant h in the nu. A constant h in the nu. There are h in the nu, important equation. And that constant of proportionality. Proportionality constant ഉണ്ടല്ല, proportionality മാറ്റിയിട്ട് ഈക്വൽ ടു വരുമ്പോൾ കോൺസ്റ്റന്റ് വരുന്നില്ലേ? അതായത് ഈ proportionality കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റ് എച്ചിന്റെ പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് മറന്നുകൂടാ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എല്ലായിടത്തും സെയിം ആണ്. മറന്നുകൂടാ, അതിന്റെ വാല്യൂ 6.64 into 10⁻⁻34 ജൂൾ സെക്കൻഡ്. അപ്പൊ ഒന്നുകൂടി എന്താണ്? എനർജി ഓഫ് എ ഫോട്ടോൺ is directly proportional to the frequency of the photon.
frequency of radiation is proportional to mu is equal to h mu. അപ്പോൾ എല്ലാ റേഡിയേഷനിലും എന്തുണ്ട്? ഫോട്ടോൺ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഫോട്ടോണിൽ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള എനർജി ഈക്വൽ ആണോ? അല്ല. ആർക്കാണ് എനർജി കൂടിയ ഫോട്ടോൺ ഉണ്ടാവുക? ഫ്രീക്വൻസി കൂടിയ റേഡിയേഷന്. അങ്ങനെ നോക്കുമ്പോൾ കോസ്മിക് റേഡിയേഷന്റെ ഫോട്ടോൺ ആണ് എനർജി ഭയങ്കര കൂടുതൽ, അല്ലേ? അതേസമയം റേഡിയോ വേവിന്റെ ഫോട്ടോണിന്റെ എനർജി വളരെ കുറവായിരിക്കും, കാരണം അതിന്റെ ഫ്രീക്വൻസി കുറവാണ്. ഇനി വിസിബിൾ റീജിയൻ എടുത്താലോ അതിൽ 7 പേരില്ലേ? വിബ്ജിയോർ, അതിലാർക്കാണ് വേവ് ലെങ്ത് ഫ്രീക്വൻസി കൂടുതൽ? വയലറ്റ്. അതുകൊണ്ട് അതിന്റെ എനർജി കൂടുതലായിരിക്കും. വേവ് ലെങ്ത് കുറവായിട്ടുള്ള റെഡിന് എനർജി കുറവായിരിക്കും. വേവ് ലെങ്ത് കൂടുതലുള്ള ഫ്രീക്വൻസി കുറവുള്ള റെഡിന് എനർജി കുറവായിരിക്കും. വേവ് ലെങ്ത് കുറവുള്ള ഫ്രീക്വൻസി കൂടുതലുള്ള വയലറ്റിന് എനർജി കൂടുതലായിരിക്കും. അപ്പോ ഒന്നാമത്തെ പോസ്റ്റുലേറ്റിൽ എങ്ങനെയാണ് എനർജി അബ്സോർബ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് എനർജി എമിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ഫോട്ടോണിന്റെ രൂപത്തിലാണ് എനർജിയുടെ സ്മോൾ പാക്കറ്റുകളായിട്ടാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. എനർജിയുടെ സ്മോൾ പാക്കറ്റുകളായിട്ടാണ് റേഡിയൻ എനർജി എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അബ്സോർപ്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ എമിഷൻ നടക്കുന്ന ആ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിയെ പറയുന്ന പേരാണ് ഫോട്ടോൺ അല്ലെങ്കിൽ ക്വാണ്ടം. ആ ക്വാണ്ടത്തിൽ അടങ്ങിയിട്ടുള്ള ഓരോ ക്വാണ്ടത്തിൽ അടങ്ങിയിട്ടുള്ള എനർജി എത്രയാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് മൂന്നാമത്തെ പോസ്റ്റിലേക്ക് ശ്രദ്ധിക്കണേ. ഒരു ബോഡിയെ നിങ്ങൾ ചൂടാക്കുന്ന സമയത്ത്, ഈ ഒരു ബോഡിയെ നിങ്ങൾ ചൂടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. വിചാരിക്കുക, റേഡിയേഷൻ എമിറ്റ് ചെയ്യും. എങ്ങനെയാണ് എമിറ്റ് ചെയ്യുന്നത്? ഫോട്ടോണുകളുടെ രൂപത്തിലാണ് എമിറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഫോട്ടോണുകളുടെ രൂപത്തിലാണ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം ഫോട്ടോൺസ് പുറത്തു പോകാം, അതായത് എത്രത്തോളം ക്വാണ്ടം പുറത്തു പോകാം? ഒന്നെങ്കിൽ ഒരു ഫോട്ടോൺ പുറത്തു പോവാം, അതായത് ഒരു പാക്കറ്റ് പുറത്തു പോവാം, അല്ലെങ്കിൽ 2 പാക്കറ്റ്, അല്ലെങ്കിൽ 3 പാക്കറ്റ്, അല്ലെങ്കിൽ 4 പാക്കറ്റ്. ഒരിക്കലും അര പാക്കറ്റ്, 1.5 പാക്കറ്റ്, 1.25 പാക്കറ്റ് അങ്ങനെ പുറത്തു പോകൂല. ഓക്കെ, എനർജിയുടെ എമിഷൻ, റേഡിയന്റെ എനർജിയുടെ എമിഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ആണല്ലോ. അങ്ങനെ ഒരു പാക്കറ്റ് അബ്സോർബ് ചെയ്യാം, 2 പാക്കറ്റ് അബ്സോർബ് ചെയ്യാം, 3 പാക്കറ്റ് അബ്സോർബ് ചെയ്യാം. ഒരിക്കലും അര പാക്കറ്റ്, 1.5 പാക്കറ്റ്, 0.1 പാക്കറ്റ് അങ്ങനെയില്ല. പാക്കറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്യാറില്ല. ഒരു പാക്കറ്റ് വന്നിട്ട് ഇൻസിഡന്റ് ചെയ്താൽ അത് ഫുൾ ആയിട്ട് അബ്സോർബ് ചെയ്യണം. അതേപോലെ എമിഷൻ നടക്കുമ്പോൾ ഒരു പാക്കറ്റിന്റെ പകുതി മാത്രമേ എമിറ്റ് ചെയ്യൂല. ഓക്കെ അല്ലേ? അതായത് എമിറ്റ് ചെയ്യുന്ന ഒരു പാക്കറ്റ് നടക്കുന്നത് എത്രയാ? Hν. ഇതാണ് ഒരു പാക്കറ്റ്. അപ്പൊ 1 Hν, 2 Hν, 3 Hν, 4 Hν, അങ്ങനെ ജനറലി NHν. ഓക്കെ, where n is equal to 1, 2, 3, 4 etc. ഇങ്ങനെ Hν-യുടെ ഹോൾ നമ്പർ മൾട്ടിപ്ലൈ ആയിട്ട് മാത്രമേ എനർജിയുടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എമിഷൻ നടക്കത്തുള്ളൂ. and this is called quantization of energy. എന്താണ്? ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി. എന്നാണിത്? ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതുന്നതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ Hν-യുടെ മൾട്ടിപ്ലൈ ആയിട്ട് മാത്രമേ, എങ്ങനെ? ഹോൾ നമ്പർ മൾട്ടിപ്ലൈ ആയിട്ട് മാത്രമേ എനർജിയുടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എമിഷൻ നടക്കത്തുള്ളൂ. So these are the 3 important postulates of Planck's quantum theory of radiation. അപ്പോൾ ഓർമ്മിക്കുക, പിന്നെ ഇത് മാക്സ്വെല്ലിന്റെ തിയറി പ്രകാരം എനർജി അബ്സോർബ് ചെയ്യുന്നതും എനർജി എമിറ്റ് ചെയ്യുന്നതും കണ്ടിന്യൂസ് ആയിട്ട് വേവിന്റെ ഫോമിലാണ്. അതേസമയം ക്വാണ്ടം തിയറി പ്രകാരം ശ്രദ്ധിക്കണം, ക്വാണ്ടം തിയറി പ്രകാരം കേൾക്കണം, ക്വാണ്ടം തിയറി പ്രകാരം എനർജി അബ്സോർബ് ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്, കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇൻ ദി ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. ഓക്കെ, ആൻഡ് ദാറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജി ആർ കോൾഡ് ഫോട്ടോൺസ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി, സംശയമില്ലല്ലോ. ഓക്കെ, ഇനി ഈ തിയറി വെച്ചിട്ട് എങ്ങനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഈ തിയറി ഉപയോഗിച്ചിട്ട് എങ്ങനെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് പറഞ്ഞാലോ? കേൾക്കണോ കേട്ടോ, നന്നായിട്ട് കേൾക്കണം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ? എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു അയൺ റോഡിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അതിൽ നിന്ന് വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു, അല്ലെ? വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. എല്ലാത്തിനും ഒരേ ഫ്രീക്വൻസി അല്ല, അല്ലെ? ν1, ν2, ν3 വളരെ ഒരുപാട് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. ചില ഫ്രീക്വൻസികളെ നമുക്ക് കാണാൻ പറ്റും, വിസിബിൾ റീജിയനിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ചുവപ്പ്, പച്ച അല്ലെങ്കിൽ വിബ്ജിയോറിലുള്ള ഇതിൽ ഏതെങ്കിലും റേഡിയേഷൻസ് പുറത്തേക്ക് എമിറ്റ് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല.
കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ചൂടാക്കുമ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നില്ല എന്നാണ്. അല്ല, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കാണുന്നത് എപ്പോഴാണ്? ഇതിലേതെങ്കിലും ഒന്ന് എമിറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒന്ന് തന്നെയാണ് എമിറ്റ് ചെയ്യുന്നത്? അല്ല, അല്ല, നമുക്ക് ആദ്യം കാണുന്നത് ഏതാണ്? ചുവപ്പ്. അതിന്റെ അർത്ഥം അതിന് മുമ്പ് ആരെയും എമിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്? അല്ല, അതിന് മുമ്പും എമിറ്റ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കാണാത്തതാണ്. അപ്പൊ ചുവപ്പ് എമിറ്റ് ചെയ്യുന്നുണ്ട്, കുറെ കഴിയുമ്പോൾ അത് മഞ്ഞയായിട്ട് മാറുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളയായിട്ട് മാറുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് നീലയായിട്ട് മാറുന്നുണ്ട്. ശരിയല്ലേ? ഒരുപാട് ചൂടാകുമ്പോൾ നീലയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ചൂടാക്കുന്ന സമയത്ത് ഇങ്ങനെ വ്യത്യസ്ത കളറിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് അതിൽ നിന്ന് വരാനുള്ള കാരണം എന്താണ്? ഓക്കെ, അപ്പോ എക്സ്പ്ലനേഷൻ ഇതാണ്. ആക്ച്വലി നമ്മൾ ചൂടാക്കുമ്പോൾ, ബോഡിയെ ചൂടാക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കുറെ ആറ്റങ്ങളില്ലേ? ശ്രദ്ധിക്കേ, അതിന്റെ ഉള്ളിൽ ഒരുപാട് ആറ്റങ്ങളില്ലേ? കേൾക്കണേ, അല്ലെങ്കിൽ മോളിക്യൂൾസ് ഇല്ലേ? ആ മോളിക്യൂൾസ് എന്താകും? എനർജി അബ്സോർബ് ചെയ്യും. സാധാരണ രീതിയിൽ സോളിഡില് ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് റെസ്റ്റിലാണ്. അറിയാലോ, സോളിഡിലുള്ള ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് റെസ്റ്റിലാണ്. നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എന്താകുന്ന അറിയാവോ? ആ ആറ്റങ്ങൾ നമ്മൾ കൊടുത്ത എനർജി, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു. ആറ്റങ്ങൾ അബ്സോർബ് ചെയ്താൽ ആ എനർജി കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകൾക്ക് കിട്ടും. അപ്പൊ ഇലക്ട്രോണുകൾക്ക് എനർജി കൂടി. ഓക്കെ, അപ്പൊ എന്താണെന്ന് അറിയാവോ? അവർ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ആറ്റം, ഇതൊരു ആറ്റമാണെന്ന് വിചാരിക്കാം. ഈ ആറ്റത്തിന് എനർജി കിട്ടി, റേഡിയേഷൻ വഴി എനർജി കിട്ടി, ഹീറ്റ് റേഡിയേഷൻ വഴി എനർജി കിട്ടി. അത് പിന്നെ എന്താണെന്ന് അറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഓരോ ആറ്റങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്നു. ആറ്റം വൈബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലുള്ള ഇലക്ട്രോണുകൾ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചൂടാക്കുന്ന സമയത്ത് കുറച്ച് എനർജിയെ കിട്ടുള്ളൂ. എനിവേ, കുറച്ച് എനർജിയെ കിട്ടുള്ളൂ. അതിന്റെ ഫലമായിട്ട് അത് മെല്ലെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ആരാ വൈബ്രേറ്റ് ചെയ്യുന്നത്? ചാർജുള്ള പാർട്ടികളാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ചാർജുള്ള പാർട്ടികൾ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തേക്ക് വരും. ആര് പുറത്തേക്ക് വരും? റേഡിയേഷൻസ് പുറത്തേക്ക് വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദി വൈബ്രേഷൻ ഓഫ് ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾ, റേഡിയേഷൻസ് കമ്മിങ് ഔട്ട്. പുറത്തോട്ട് റേഡിയേഷൻ വരുന്നു. ആ റേഡിയേഷന് ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി എത്ര അറിയാമോ? റേഡിയേഷന്റെ ഫ്രീക്വൻസി എത്ര അറിയാമോ? എന്ത് കാരണം കൊണ്ടായി റേഡിയേഷൻ ഉണ്ടായത്? ഈ വൈബ്രേഷൻ കാരണമല്ലേ? ഈ വൈബ്രേഷന്റെ ഫ്രീക്വൻസി എത്രയാണോ അതാണ് ഈ റേഡിയേഷന്റെ ഫ്രീക്വൻസി. അതായത് ഈ ആറ്റം ഒരു സെക്കൻഡിൽ 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ആറ്റം ഒരു സെക്കൻഡിൽ 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്തു എങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി എത്രയാ? 10 ഹെർട്സ്. എങ്കിൽ അതിൽ നിന്നും അല്ലെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസിന്റെ എണ്ണമാണ്. വൈബ്രേഷൻസിന്റെ എണ്ണം തന്നെയാണ് വേവ്സിന്റെ എണ്ണം. ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഒരു എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുന്നു അതാണ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യുന്നു അതാണ് ഫ്രീക്വൻസി. അത് വേവിന്റെ കേസിലാണെങ്കിലോ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം വേവ് ഉണ്ടാകുന്നു അതാണ് ഫ്രീക്വൻസി. ഓക്കെ, എനിവേ, അപ്പോ ഇത് 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രീക്വൻസി എത്ര? വൈബ്രേഷന്റെ ഫ്രീക്വൻസി 10 ഹെർട്സ്. എങ്കിൽ അതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി അത് 10 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് റേഡിയേഷൻ ഉണ്ടായത് മനസ്സിലായില്ലേ? എങ്ങനെ? when a solid substance is heated, atoms or molecules of it absorb heat energy or heat radiation and they set into vibration. As a result, radiations are emitted. Okay, radiations are emitted. Radiation absorb ചെയ്തിട്ട് radiation emit ചെയ്യും. അപ്പോൾ radiation emit ചെയ്യാനുള്ള കാരണം, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഉണ്ടാവാനുള്ള കാരണം ആറ്റങ്ങളുടെ വൈബ്രേഷൻ ആണ്. ഇനി അപ്പൊ പിന്നെ അങ്ങനെ കൂടുതൽ ചൂടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കളർ മാറുന്നത് എന്തുകൊണ്ട്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കൂടുതൽ ചൂടാക്കുന്ന സമയത്ത് അത് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യുന്നു. നമ്മൾ കൂടുതൽ ചൂടാക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അത് എനർജി അബ്സോർബ് ചെയ്യുന്നു. അതായത് അത് അബ്സോർബ് ചെയ്യുന്ന ഫോട്ടോന്റെ എനർജി കൂടുന്നു. അല്ലെങ്കിൽ ക്വാണ്ട പാക്കറ്റ്സ് ഓഫ് എനർജി, ഇത് അബ്സോർബ് ചെയ്യുന്ന പാക്കറ്റ്സ് ഓഫ് എനർജി. കേൾക്കുന്നുണ്ടാ? ആദ്യം ചെറിയ എനർജി ഉള്ള പാക്കറ്റ് ആണ് അബ്സോർബ് ചെയ്തത്, പിന്നെ എനർജി കൂടിയ പാക്കറ്റുകൾ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ചൂടാക്കുന്ന സമയത്ത് ആദ്യം ചെറിയ പാക്കറ്റുള്ള എനർജിയാണ് അബ്സോർബ് ചെയ്തത്. ഓക്കെ, ചെറിയ എനർജിയുള്ള പാക്കറ്റ് അബ്സോർബ് ചെയ്തപ്പോൾ ചെറിയ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്തു. അതേസമയം കൂടുതൽ ചൂടാക്കുന്ന സമയത്ത് എനർജി കൂടിയ പാക്കറ്റുകൾ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. That means it absorbs more and more energy. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം?
അറിയാവോ? ഒരു സെക്കൻഡിൽ 10 പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്തതിന്റെ വൈബ്രേഷന്റെ എണ്ണം കൂടാൻ തുടങ്ങും. ഒരു സെക്കൻഡിൽ 10 ഉള്ളത് 100 ആകും. അപ്പൊ എന്താവും? എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി 100 ആവും. അതായത് കൂടിയ ഫ്രീക്വൻസി ഉള്ള വേവ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. പിന്നെയോ വീണ്ടും നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഇതിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി കൂടി. അങ്ങനെ കൂടിയിട്ട് എപ്പോഴാണ് അത് 10⁴ ഹെർട്സ് ആവുന്നത്? കേൾക്കണേ, 10⁴ ഹെർട്സ് ആവുന്നത് ഏത് അബ്സോർബ് ചെയ്യുന്ന എനർജിയുടെ അബ്സോർബ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി കൂടിയിട്ട് അവസാനം ഇതിന്റെ അബ്സോർബ് ചെയ്യുന്ന ഫോട്ടോൺ എനർജി കൂടുമ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി കൂടും, വൈബ്രേഷന്റെ ഫ്രീക്വൻസി കൂടും, ഉഷാറായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി 10⁴ ഹെർട്സ് ആകുമ്പോൾ പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എത്രയാവും? 10⁴ ഹെർട്സ് ആവും. അതെന്തിന്റെ റേഡിയേഷൻ അറിയാവോ? അത് റേഡിയോ വേവിന്റെ റേഡിയേഷൻ റേഡിയോ വേവിന്റെ ഫ്രീക്വൻസിയാണ്. അതായത് അതിൽ നിന്ന് റേഡിയോ വേവ് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമുക്ക് കാണൂല. വീണ്ടും നമ്മൾ ചൂടാക്കുന്നുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? ഇത് 10⁸ ആകുന്ന സമയത്ത് എന്താവുന്ന അറിയാവോ? അതിന്റെ ഫ്രീക്വൻസി അറിയാവോ? 10⁸ ഹെർട്സ്. എനർജി കൂടുതൽ കൊടുക്കുമ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി കൂടിയിട്ട് 10⁴ നിന്ന് 10⁸ ഹെർട്സ് ആയി. 10⁸ ആയാൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി 10⁸ ആവും. 10⁸ ഹെർട്സ് എന്നുള്ളത് മൈക്രോവേവിന്റെ ഫ്രീക്വൻസിയാണ്. That is, that body will emit now the microwave. അതും കാണാൻ പറ്റൂല. ചൂടാക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇതിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി കൂടിയിട്ട് എപ്പോഴാണോ 10⁻12 ആകുന്നത് അപ്പോൾ അതിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എത്രയാവും? 10⁻12 ആവും. 10⁻12 ഹെർട്സ് റേഡിയേഷൻ അറിയാവോ? ഇൻഫ്രാറെഡ്. അതായത് ഫ്രീക്വൻസി കൂടിയ വേവുകൾ എമിറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. വേവ് ലെങ്ത് കുറഞ്ഞുകൊണ്ട് വരുന്നു, ഫ്രീക്വൻസി കൂടിയത് എമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇൻഫ്രാറെഡ് എത്തി, കാണൂല. അങ്ങനെ വീണ്ടും ചൂടാക്കിയിട്ട് എങ്ങാനും അതിന്റെ ഫ്രീക്വൻസി 430 × 10⁻12 ഹെർട്സ്. ഇതെത്രയാറിയാവോ? 430 ടെറാഹെർട്സ്. 10⁻12 ഹെർട്സിന് പറയുന്ന പേരാണ് ടെറാഹെർട്സ്. 430 ടെറാഹെർട്സ് ആയാൽ പുറത്ത് വരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി 430 ടെറാഹെർട്സ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എന്തെന്നറിയാവോ? ഇതെന്തിന്റെ ഫ്രീക്വൻസി എന്നറിയാവോ? അത് റെഡിന്റെ ഫ്രീക്വൻസിയാണ്. അതായത് ഈ ബോഡിനെ ചൂടാക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ചുവപ്പ് കളറിൽ കാണാൻ തുടങ്ങും. അതിന്റെ അർത്ഥം അത് ചുവന്ന റേഡിയേഷൻ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ള ആറ്റങ്ങൾ അബ്സോർബ് ചെയ്യുന്ന എനർജി കൂടിയിട്ട് അവസാനം അതിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ചുവപ്പിന്റെ ഫ്രീക്വൻസിക്ക് ഈക്വലായി അതിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ ചുവപ്പായി. അങ്ങനെ വീണ്ടും നിങ്ങൾ ചൂടാക്കിയിട്ട് അതിന് കിട്ടുന്ന എനർജി കൂടിയിട്ട് എന്ത് സംഭവിക്കുന്നു? അതിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി കൂടിക്കൊണ്ട് വരും. അങ്ങനെ എപ്പോഴാണോ അത് 610 ടെറാഹെർട്സ് ആകുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിന് നീലയിൽ കാണാൻ പറ്റും. എന്തുകൊണ്ട്? 610 ഹെർട്സിൽ ഇതിന്റെ ആറ്റം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, 610 ഹെർട്സിൽ ഇതിനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തു വരുന്ന റേഡിയേഷൻ ഫ്രീക്വൻസി 610 ടെറാഹെർട്സ് ആണ്, which is blue. ഇനി അങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ കൂടി ഫ്രീക്വൻസി കൂടിയിട്ട് 10⁻22 ഹെർട്സിലേക്ക് എത്തിയാൽ വളരെ കൂടിയത്. ഇതിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസി 10⁻22 ആയി. അപ്പോൾ അതിന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസിയോ അതും 10⁻22 ഹെർട്സ് ആയി. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരുന്ന ഗാമ. അതൊന്നും സാധാരണ രീതിയിൽ സംഭവിക്കില്ല. എന്താണെന്നറിയാവോ? ഇതിന് ഇത്രയും ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഇത്രയും വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്നത്തെ ചൂട് കൊടുക്കണം. അതൊന്നും ഭൂമിയെ സാധാരണ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റൂല. അതെല്ലാം സ്റ്റാറിലാണ് സംഭവിക്കുന്നത്. സ്റ്റാറിലുള്ള മോളിക്യൂൾസ് എല്ലാം അത്ര ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഗാമയൊക്കെ അവിടെ എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള വേവ് എമിറ്റ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയോ? ഇനി നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.